Hello friends, welcome to SAT, Center Institution Center Madathambadi and Puthamvelgara. Free education to all. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. Okay? Hi friends, this is Sunny. I am back with a new lesson on how to use WH questions. Free English lesson with SAT Part 1. Well, what are WH questions? These are the question words which are asked to get a specific response or to derive certain information are WH questions. For example, നമ്മൾ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയോട് ചോദിക്കണം. ഫോർ എക്സാമ്പിൾ അയാളുടെ പേര് ചോദിക്കണം. നമ്മൾ എന്താ ചോദിക്കുക? വാട്ട് ഈസ് യുവർ നെയിം? ഇത് വെരി സിമ്പിൾ ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് സെന്റൻസ് ആണ്. വാട്ട് ഈസ് യുവർ നെയിം? ഹിയർ വാട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഡബ്ല്യുവിൻ്റെ എച്ച് ഉണ്ട്. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് പലപ്പോഴായിട്ട് യൂസ് ചെയ്യാറുണ്ട് വൈ, അതുപോലെ വെൻ, അതുപോലെ വിച്ച്. ഓക്കെ, എന്നാൽ ഇതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടാണോ അല്ലെങ്കിൽ ശരിയായ സ്ഥലത്താണോ നമ്മളത് ഉപയോഗിക്കാറ്? അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഹൗ ടു യൂസ് ദീസ് WH questions. There are 7 WH questions. Okay, so what are WH questions? In other words, we can say it is when you want to get some information about someone, some person or something, you always have to ask a WH question. WH question ചോദിക്കാതെ നിവൃത്തിയില്ല. നമുക്കൊരു വ്യക്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളോ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അറിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും WH ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് തന്നെ. സോ വാട്ട് കൈൻഡ് ഓഫ് WH ക്വസ്റ്റ്യൻസ് ആർ ദെയർ? നമുക്ക് നോക്കാം. In English there are 7 WH questions. Here what they are: when, where, who, why, what, which and how. Okay, the topic to be covered in this lesson are when, where, who, why, what, which, how. How then നമ്മൾ how much, how many, how long, how far. So this video describes or teach you how to use when, where, who, why, what, which, how much, how many, how long, how far in a sentence. Okay, clear? So the first one is when. Let us look at when. Okay, when എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഒരു ക്ലോക്ക് ഓടിയെത്തണം. It's a time. When is used for asking time. So the question when always asked when you want to know the time of a particular event. നമുക്കിപ്പോൾ ഒരു സമയം അറിയണം എന്ന് വെച്ചാൽ ക്ലോക്കിൽ സമയമല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സമയം അറിയണം. ഫോർ എക്സാമ്പിൾ എപ്പോഴാണ് അടുത്ത ടെസ്റ്റ് പേപ്പർ എന്ന് അറിയണം. അപ്പോൾ ടീച്ചറോട് നമ്മൾ എങ്ങനെ ചോദിക്കും? ഇഫ് യു ആർ എ സ്റ്റുഡൻറ് യു കുഡ് സേ ടീച്ചർ വെൻ ഈസ് ദ നെക്സ്റ്റ് ക്ലാസ് or when is the next test. So when അവിടെ നിങ്ങൾ ഉപയോഗിച്ചത് എന്തിനാണ്? എപ്പോഴാണ് ക്ലാസ് എന്ന് അറിയാനാണ്, അതിൻ്റെ സമയം അറിയാനാണ് അല്ലേ? സോ when is used to ask time. എന്തിനാണ്? time. Not only the time but also the date. ഡേറ്റ് അറിയാനും നമ്മൾ എന്താണ് when ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? ഇനി എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു സമയം എന്തിൻ്റെയെങ്കിലും സമയം അറിയാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ when ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ when is the meeting. മീറ്റിംഗ് എപ്പോഴാണ്? ഓക്കെ, when did you start working here. എന്ന് മുതലാണ് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പറയും ഇന്ന ഡേറ്റിൽ, ഇപ്പോൾ ഒക്ടോബർ 2010 ഒക്ടോബർ 31 എന്നൊക്കെ പറയും അല്ലേ ആൻസർ. സോ ഇവിടെ ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിമിലാർലി when will supper be ready. എപ്പോൾ സപ്പർ റെഡി ആവും? when is the next class. ടീച്ചർ എപ്പോഴാണ് അടുത്ത ക്ലാസ്?
he had climbed many a tree when he was a boy. ബോയ് ആയിരുന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ ഒരുപാട് മരങ്ങളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ബോയ് ആയിരുന്നപ്പോൾ ഒരു സമയത്തിനെയാണ് വെൻ എന്നതുകൊണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. സോ that's all about when. So when is the used always talks about time. Okay, so you want to get information about the time of a particular event, and that's when you always use the word when. എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു പ്രത്യേക സംഭവത്തിന്റെ സമയം അറിയാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ when എന്ന് പറയുന്ന വേർഡ് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഓക്കെ, so our next WH question talk about where. Okay, let us look at the word where. Visit part 2 for WH question where. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.